ഷാനി പറയൂ, ഇവിടെ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ? കേരളത്തിൽ ഭീകരവാദമുണ്ട് എന്ന് ഉണ്ടോ ഇല്ലയോ? ട്രെയിനിനകത്ത് ഭീകരവാദി വന്ന് 300 പേരെ കൊലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പ്രശ്നമല്ല. ചാനൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങയിടുന്ന പോലുള്ള പരിപാടി വേണ്ട. ചോദ്യം ചോദിച്ചാൽ എന്നെ കൊണ്ട് ഉത്തരം പറയും. ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രമന്ത്രി ഇട്ട പോസ്റ്റിൽ ഒരു തെറ്റുമില്ല. കാരണം മലപ്പുറത്തേക്ക് ഹമാസിന്റെ ഭീകരനെ വിളിച്ചു കൊണ്ടുവന്ന് ഓൺലൈനായി ആ ഭീകരൻ പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ജൂതനെയും ഹിന്ദുവിനെയും ഇല്ലാതാക്കുന്ന, അവരെ ഡിമോളിഷ് ചെയ്യണം എന്നല്ലേ ആ പ്രസംഗം ഉണ്ടായത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമുക്ക് എല്ലാവർക്കും കടുത്ത ഞെട്ടലുണ്ടാക്കിയ കളമശ്ശേരി സ്ഫോടനത്തിന്റെ അന്ന് വൈകിട്ട് 3:50 കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകളാണ്. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. കേരളത്തിൽ തീവ്രവാദികളായ ഹമാസിന്റെ ജിഹാദിന് വേണ്ടിയുള്ള തുറന്ന ആഹ്വാനങ്ങൾ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളുമായി മാറുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയാണ് എന്നാണ്. ഇത്തരത്തിലൊരു പരാമർശം ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും, പ്രത്യേകിച്ച് ഒരടിസ്ഥാനവും വസ്തുതയും ഇല്ലാത്ത ഒരു സമൂഹം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും അത് കുറ്റകരമല്ലേ? ആദ്യം ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും കേരളത്തില് ജീവനോടുകൂടി ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഏതോ ഒരു മാർട്ടിൻ വന്ന് മാർട്ടിന് സൗകര്യമുള്ള രീതിയിൽ ഇവിടെ വലിയ ഒരു സ്ഫോടനം നടത്താൻ സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 40 രാജ്യങ്ങളിൽ 1100-ലധികം വരുന്ന ആളുകളുടെ കഴുത്തറുത്തെടുത്ത സംഘടനയാണ് ഹമാസ്. ആ സംഘടനയുടെ ഭീകരനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയുടെ പ്രോഗ്രാമിൽ ഓൺലൈനായി പങ്കെടുത്തത്. അല്ലെങ്കിൽ നാളെ ആവട്ടെ. മൂന്നാമതായിട്ട് ഈ ഭീകരൻ ഇവിടെ വന്ന് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആരാണ് ഈ ഭീകരവാദ സംഘടനയ്ക്ക് ലൈസൻസ് കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഇതിന്റെ കാരണക്കാരൻ എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാമിക രാജ്യങ്ങൾ വരെ അകറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജനതയെ ഞങ്ങൾക്ക് രക്ഷിക്കണമെന്ന് പറയുന്ന ആ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ വെള്ളപൂശാൻ ശ്രമിച്ചത് കൊണ്ടാണല്ലോ കേരളത്തിന് മണ്ണിലേക്ക്, ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഈ ഹമാസിന്റെ ഭീകരന് പോയി ക്ലാസ് എടുക്കാൻ പറ്റിയില്ലല്ലോ. അതും ശരിയാണല്ലോ. ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകം മുഴുവൻ ചർച്ചയുണ്ട്. അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, യുവാക്കളെ കുറിച്ച്, മനുഷ്യ കുരുതികളെ കുറിച്ച് എല്ലാം തന്നെ ചർച്ചയുണ്ട്. ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയത് ആരാണ്? അവർക്കെതിരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? മറുപടി പറയണ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായാൽ അത് തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനാണോ ഒന്നാമത്തെ പ്രതി, അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഒന്നാമത്തെ പ്രതി? എന്തിനുള്ള പുറപ്പാടാണ്ടോ? കേരളത്തിൽ ബുർക്ക ധരിക്കാത്തതിന് ഒരു ഹിന്ദു സ്ത്രീയെ സംഘം ചേർന്ന് മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നു എന്ന് എഴുതി വെച്ച് ഷെയർ ചെയ്തതാണ് അനിൽ ആന്റണി. ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ ശ്രമിച്ചു എന്നതിന് ഒരു സംസ്ഥാന സർക്കാരിന് കേസെടുക്കേണ്ടി വരുന്നത് ഗൗരവമുള്ള സാഹചര്യമാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ആയിരിക്കണമെന്ന് ഷാനി ചടിക്കരുത്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിവരവും അറിവുമില്ലാതെ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു മാർട്ടിൻ വന്നു, ആ മാർട്ടിൻ വന്ന് അങ്ങനെ ബോംബുണ്ടാക്കിയിട്ട് ഇവിടുത്തെ യഹോവ സാക്ഷികളുടെ സമ്മേളന നഗരിയിലേക്ക് പോയി. അവിടെ ചെന്ന് അത് ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എക്സ്പ്ലോഷൻ നടത്തി. അത് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇതിനുള്ള സാഹചര്യം ഉണ്ടായത്? എങ്ങനെ കേരളം തനിക്ക് അനുവദനീയമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ധൈര്യം എങ്ങനെ കിട്ടി? നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഭീകരനാണ്, ആ ചിന്തയിൽ അവൻ ഭീകരനല്ലേ? ഇനി അഥവാ മാർട്ടിനാണ് എന്ന് തന്നെ വെക്കുക. എന്താ അവന്റെ ജിഹാദ് എന്ന് പറയുന്നത്? അവന്റെ ജിഹാദ് എന്ന് പറയുന്നത് പ്രാർത്ഥനാ സഭയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യുക. നീ എന്നെ കണ്ടറാ? നീ എന്നെ അറിയോ?
അപ്പൊ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആൾക്ക് ഭീകരവാദിയുമായിട്ട് ബന്ധമില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ പോലീസ് അധികാരികളുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ ഷാനി, എന്താ റിപ്പോർട്ട്? 505-ലധികം വരുന്ന ഭീകരവാദ ബന്ധമുള്ള ചെറുപ്പക്കാരെ ഭീകരവാദ വിരുദ്ധതയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പോലീസിന്റെ കയ്യിലുണ്ടല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. 105-ലധികം വരുന്ന ആളുകൾ ISIS പ്രവർത്തനത്തിന് വേണ്ടി ഭീകരവാദികൾ പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് ഫയാസ് പോയല്ലോ. നേരത്തെ താങ്കൾ പറഞ്ഞ കേരളം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ പ്രസ്താവന തുടങ്ങിയത്. BJP ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ്. താങ്കൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു കേന്ദ്രമന്ത്രി ചെയ്തു വെച്ച കാര്യങ്ങളാണിത്. കേന്ദ്രമന്ത്രി എഴുതിയിരിക്കുകയാണ്, ഇതാ ഹമാസിന്റെ നേതാവ് വന്നുപോയി 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നു എന്ന്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി ഇട്ട പോസ്റ്റിൽ ഒരു തെറ്റുമില്ല. കാരണം മലപ്പുറത്തേക്ക് ഹമാസിന്റെ ഭീകരനെ വിളിച്ചുകൊണ്ടുവന്ന് ഓൺലൈനായി ആ ഭീകരൻ പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ജൂതനെയും ഹിന്ദുവിനെയും ഇല്ലാതാക്കുന്ന, അവരെ ഡിമോളിഷ് ചെയ്യണം എന്നല്ലേ ആ പ്രസംഗം ഉണ്ടായത്? അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന് മണ്ണിൽ ഒരുക്കി കൊടുത്തത്? അപ്പൊ എന്താ അതിനർത്ഥം? അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ നടക്കുന്ന ഭീകരവാദികളുടെ കടന്നുകയറ്റത്തെ, ഇവിടുത്തെ യുവാക്കളെ കൂടുതൽ ഭീകരവാദത്തിലേക്ക് അടുപ്പിക്കുന്നതിനെതിരായി കേന്ദ്രത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളീയനായിട്ടുള്ള ഒരു മന്ത്രിക്ക് പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം അത് ഉറപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ പരാമർശിക്കാനോ രാജ്യത്ത് ഒരു മനുഷ്യനും അവകാശമില്ല. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹമാസിന്റെ ഭീകരന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഇല്ലാത്ത പ്രൗഢി കൊടുത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ റാലിയിൽ പ്രസംഗിപ്പിച്ചത്? അതിനുശേഷം കേരളത്തിൽ പൊടുന്നനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ പോലീസ് മാത്രമല്ല ഇവിടെ അന്വേഷണം നടത്തുന്നത്. വെറുതെ സമയം കളയണ്ട, നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നിൽ നിന്ന് ഉത്തരം ഈ ചാനൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങയിടുന്ന പോലുള്ള പരിപാടി വേണ്ട. ചോദ്യം ചോദിച്ചാൽ എന്നെ കൊണ്ട് ഉത്തരം പറയുക. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഇവിടെ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ? കേരളത്തിൽ ഭീകരവാദമുണ്ട് എന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും നിയമ നടപടി എടുക്കാനും വസ്തുതാപരമായി ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സമാധാനിച്ചുകൂടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഇതുവരെയും നമ്മൾ നന്നായി ജീവിക്കുന്ന നാടല്ലേ? നിങ്ങൾക്ക് പ്രശ്നമല്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ട്രെയിനിനകത്ത് ഭീകരവാദി വന്ന് 300 പേരെ കൊലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പ്രശ്നമല്ല. താങ്കൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. രാജ്യത്തെ ഭീകരവാദികൾ വന്ന് ബട്ട്ല ഹൗസ് ആക്രമിച്ച് അവിടെ ഭീകരവാദിയെ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ചിട്ടപ്പോ സോണിയാഗാന്ധി പറഞ്ഞു ഇത് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടും ഞങ്ങൾ ആരും തന്നെ മുഴത്തിൽ കോർത്തില്ല. മനസ്സിലായോ? അത് അവർക്ക് പറ്റിയ തെറ്റാണ് എന്ന് കണ്ടു. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?